തമിഴ്നാട്ടിൽ സിനിമാ നടനായിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിജയ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണെന്ന് നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ വിജയ് ഫാൻസിന്റെ കൂടെയാണ്. അപ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം, ഒരുപാട് വർഷം സിനിമാ മേഖലയിൽ നിന്ന് തളപതിയായിട്ടുള്ള ആളാണ്. ഇപ്പോൾ തമിഴ്നാടിന്റെ ചരിത്രം അങ്ങനെയാണ്, ഒരു സിനിമാ മേഖലയിൽ നിന്ന് ആൾക്കാർ കൂടുതലായിട്ട് വരുന്നൊരു സ്ഥലമാണ്. പക്ഷേ വിജയുടെ രംഗപ്രവേശനം എങ്ങനെയായിരുന്നു? എല്ലാവരും പ്രതീക്ഷ, കാരണം നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയായിട്ട് വന്നത് വളരെയധികം സന്തോഷമാണ്. തമിഴ്നാട് ജനങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു ഇപ്പോൾ നടന്നത്. ഇന്ന് കാലത്തെ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. നമ്മൾ കേരള ഫാൻസിനും സന്തോഷമാണ്, വിജയ ഫാൻസിനും എല്ലാവരും സന്തോഷമാണ്. പ്രതീക്ഷയിരുന്നോ ഒരു CM ആവുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ട തമിഴ് ജനത തന്ന അവരുടെ മനസ്സിന്റെ അംഗീകാരമാണ് ഇപ്പം CM ആയിട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചത്. വളരെയധികം സന്തോഷമുണ്ട് അതിനകത്ത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയൊരു തരംഗം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് അതിനൊരു രാഷ്ട്രീയ പ്രവേശനം അല്ലെങ്കിൽ അണികൾ ഉണ്ടാക്കുക, അതിനൊരു കേരളത്തിൽ വരും കാലങ്ങളിൽ അതിനനുസരിച്ചുള്ള സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തകർ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മുന്നിട്ടിറങ്ങും. കാരണം വർഷങ്ങളായിട്ട് ഇവിടെ നമ്മൾ VMI മുഖേന, വിജയ മക്കളിയൊക്കെ മുഖേന ഒരുപാട് ചാരിറ്റി വെൽഫെയർ പ്രോഗ്രാമുകളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അവിടെയും അതുപോലെ ആയിരുന്നു. എന്നിട്ടാണ് അത് പുള്ളി അവിടെ TVK രൂപീകരിച്ച് രാഷ്ട്രീയത്തിലോട്ട് പോയത്. അപ്പം വരും കാലങ്ങളിൽ ഇവിടെയും അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇറങ്ങാൻ തയ്യാറാണ്. അവിടെ വലിയ രാഷ്ട്രീയമായിട്ടുള്ള കാത്തിരിപ്പിന് ശേഷമാണ്. കാരണം ഒരു പിന്തുണയുടെ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എങ്ങനെയായിരിക്കും ഒരു വിജയുടെ ഒരു മുഖ്യമന്ത്രി? അതായത് സിനിമയിലാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? എങ്ങനെയാണ് CM എന്ന നിലയിൽ? പുള്ളി പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം പുള്ളി തീർച്ചയായിട്ടും നടപ്പിലാക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു വിജയ ചിത്രം ഇറങ്ങിയാൽ എന്ത് പ്രശ്നങ്ങളാണോ നടക്കുന്നത് അതുപോലെ തന്നെയാണ് പുള്ളി രാഷ്ട്രീയത്തിലോട്ട് പോയത് തൊട്ടും ഈ മുഖ്യമന്ത്രി ആവുന്നത് വരെയും, സത്യപ്രതിജ്ഞ ചടങ്ങിന് തലേന്ന് വരെയും എന്ത് നാടകീയ രംഗങ്ങളാണ് നടന്നത് അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പുള്ളി ഇന്ന് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു. പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ പുള്ളി തീർച്ചയായും ചെയ്യും. അത് തന്നെയാണ് നമ്മളെ വിശ്വാസം. സിനിമയിൽ അധികവും ഒരു രക്ഷകന്റെ റോളായിരിക്കും ഉണ്ടാവുക വിജയ്ക്ക്. അങ്ങനെ തമിഴ്നാടിനെ ഒരു പുതിയ രീതിയിലേക്ക് എത്തിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഉറപ്പായിട്ടും കൊണ്ടുപോകും. നല്ല രീതിയിൽ പുള്ളി കൊണ്ടുപോകുന്നതാണ്, പെർഫോം ചെയ്യുന്നതാണ് എൻ്റെ ഇത്. എന്നുവെച്ചാൽ എൻ്റേത് മാത്രമല്ല, എല്ലാവരുടെയും ഇത്. എന്നുവെച്ചാൽ പുള്ളി അത്രത്തോളം, നമ്മൾ ഈ നടനായാലും പുള്ളി നടന്നു കയറി വന്നത് അത്രത്തോളം ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഓരോ ആക്ഷേപങ്ങളും ഓരോന്നും അത്രത്തോളം പാടുപെട്ടാണ് പുള്ളി ഈ ലെവൽ വരെ എത്തിയത്. അപ്പോൾ പുള്ളിക്ക് തീർച്ചയായും മുന്നേറ്റം ഉണ്ടാവുള്ളൂ. പുള്ളിയുടെ മൗനം അതാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഒരു മൗനം പാലിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു നല്ല ഒരു ഗ്രേറ്റ് തലവൻ്റെ ഇത് അതാണ്. കേരളത്തിലെ രാഷ്ട്രീയം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല തമിഴ്നാട്ടിലെ. പക്ഷേ ഇവിടെ ഇപ്പോഴും മുഖ്യമന്ത്രി ആരാണെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞയും കഴിഞ്ഞു. അതെങ്ങനെയാണ് അത് കാണുന്നത്? എന്തായാലും ഇവിടെയും ഇപ്പം ഓൾറെഡി നമ്മളിപ്പോൾ പുള്ളി ഇവിടെ വന്ന് രാഷ്ട്രീയത്തിൽ പ്രവേശനം ചെയ്താലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ തളപതി പറഞ്ഞ പോലെ ഓരോ വീട്ടിലും ഓരോ വിജയം ഉണ്ട്. അത് സത്യമാണ്. ഇവിടെ അതുപോലെ തന്നെയാണ്. കട്ട സപ്പോർട്ടാണ്. കട്ട സപ്പോർട്ടാണ്. എങ്ങനെയുണ്ട് വിജയിച്ച CM ആയിട്ടുണ്ട്? ഞാൻ കുഞ്ഞിലെ മുതലേ കണ്ടുവരുന്ന ഒരാളാണ് വിജയ്. ഞാൻ മലയാള ആക്ടേഴ്സിനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന വിജയാണ്. ഞാൻ സാധാരണ ഇലക്ഷന് അങ്ങനെ ഒരു റിസൾട്ട് അങ്ങനെ നോക്കാറില്ല, ഇവിടത്തെ അല്ല പൊതുവെ നോക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഈ ഒരു തമിഴ്നാട് ഇലക്ഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ വിജയ് എന്നൊരാൾ CM ആവണം. അതിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളും ഇല്ല. വിജയ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്, മനസ്സിലായി. അപ്പം വിജയ് CM ആയാലും ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം, അത്രത്തോളം സന്തോഷം. പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം? പലരും പറഞ്ഞു 1, 2 സീറ്റോ 3 സീറ്റോ അങ്ങനെ ഇടുമ്പോൾ. ഞാൻ ഇലക്ഷന് മുമ്പേ പറഞ്ഞു വിജയ് ജയിച്ചിരിക്കും. അത്രത്തോളം ഉണ്ട് അയാൾക്ക്, അത് ആർക്കറിയത്തില്ല. അത്രത്തോളം ഇമ്പാക്ട് ഉണ്ട്. CM ആവുമെന്ന് പ്രതീക്ഷിച്ചു. CM ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ വരെ ഉണ്ട് പലർക്കും. ഞാൻ വിജയ് CM ആവുമെന്ന് പറഞ്ഞ വീഡിയോ വരെ പലർക്കും ഉണ്ട്. ഉറപ്പായിട്ടും വിജയ് നല്ല ഭരണം കാഴ്ചവെക്കുന്നതാണ്. ശരി, അത്തരത്തിലാണ് തമിഴ്നാട്ടിലാണ് മാറ്റം വന്നതെങ്കിലും അതിന്റെ അലയൊലികൾ കേരളത്തിലുണ്ടെന്നാണ് ഇപ്പോൾ ഇവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. TVക്ക് കേരളത്തിലേക്ക് എത്തുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് വളരെ രസകരമായ മറുപടിയാണ് ഇവിടുന്ന് ലഭിക്കുകയും ചെയ്തത്. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.